കേരളത്തിൽ ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. 98 മറ്റാണ് ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നായനാർ തന്നെ ആയിരുന്നു ആ ചുമതല വഹിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള പറയുന്നത് ആദ്യത്തെ ഗവൺമെന്റിന്റെ. പക്ഷെ 2006 ഗവൺമെന്റ് 11 ഗവൺമെന്റ് എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് പിണറായി വിജയൻ എന്താ പ്രത്യേകമായിട്ട് ഇപ്പോൾ നേരത്തെ വ്യവസായ വകുപ്പിന്റെ കയ്യിലിരുന്നൊരു വകുപ്പ് നേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിണറായി എടുത്തിട്ട് ആ വകുപ്പ് കൈവച്ചു, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? വിവരങ്ങൾ നോക്കണ്ടേ? താൻ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ MLA അല്ലെങ്കിൽ അവർ പോലും ഉത്തരവാദിത്വം ഉണ്ടാവും, ജനപ്രതിനിധികളല്ലേ. മുഖ്യമന്ത്രി പറയുമ്പോൾ ഓരോ വാക്കും ഉറപ്പിക്കണ്ടേ? അപ്പോൾ പിണറായി വിജയൻ ആദ്യമായിട്ടാണ് LDF ഗവൺമെന്റ് കാഴ്ചപ്പാടതായിരുന്നു, അത് തുടർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു പിണറായിക്ക് എന്താ ഇത്രയും വകുപ്പ് ഉണ്ടായല്ലോ. വകുപ്പുകളുടെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ ഭരണ നിർവഹണത്തിൽ റൂൾസ് ഓഫ് ബിസിനസ് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് 3 സ്വയംഭരണ സംവിധാനമായ വകുപ്പുകളുണ്ട്. 1 ഫിനാൻസ്, 2 നിയമം, 3 പൊതുഭരണം. ഫിനാൻസിലേക്ക് ഇപ്പോൾ നിയമവകുപ്പ് നേരെ PSC നിയമനാണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഇൻഡസ്ട്രി അങ്ങനെയല്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയല്ല, എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, പവർ അങ്ങനെയല്ല, ലേബർ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെയാണ് വയ്ക്കുന്നത്. നിയമവകുപ്പ് നേരെയാണ്, ധനവകുപ്പിലേക്ക് നേരെ എടുക്കുന്നുണ്ട്. പിന്നെ ഏത് വകുപ്പിൽ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റ് വകുപ്പുകളെ സംബന്ധിച്ച് ഒറ്റ വകുപ്പുള്ളൂ, അത് പൊതുഭരണമാണ്. സാധാരണ മുഖ്യമന്ത്രിമാർ കയ്യിൽ വയ്ക്കും, കാരണം എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തിൻ്റെ വകുപ്പാണ്. പക്ഷെ ധനകാര്യത്തിൽ ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും സാമ്പത്തികമായി ബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പാണ് ധനവകുപ്പ്. 2 കരാറുകൾ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച്, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള അഡ്വൈസ് നൽകേണ്ടത്, അത് ചെയ്യേണ്ട വകുപ്പ് സ്വയംഭരണ സ്വഭാവമുള്ള വകുപ്പാണ് നിയമവകുപ്പ്. ഇതാണ് 2 പ്രധാന വകുപ്പുകൾ. പിന്നെ പൊതുഭരണം. ഇത് 3ഉം ഒന്നിച്ച് കയ്യിൽ വയ്ക്കുമ്പോൾ അപകടമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഒരൊറ്റ തുറമുഖം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്നു. തുറമുഖം എടുക്കുമ്പോൾ തുറമുഖത്തിന്റെ അധിക ബാധ്യത കരാറിനകത്ത് നിയമപരമായി നിൽക്കുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. ധനപരമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം തന്നെ നിയോഗിക്കുന്നു. ഇതാണ് ഒരു ക്രോസ് ചെക്കിംഗ് മെക്കാനിസം ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാഥമികമായ പാഠം എന്ന നിലയിലാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും കീ പോസ്റ്റുകൾ 3ഉം, കീ മിനിസ്ട്രി പോർട്ട്ഫോളിയോ 3ഉം കയ്യിൽ വയ്ക്കും അതിൻ്റെ പ്രത്യാഘാതമാണ്. അല്ലാതെ ഏതൊക്കെ വകുപ്പ് കയ്യിൽ വെച്ചാലും ഈ പ്രശ്നമില്ല. ഇപ്പോൾ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ലേബർ ഒരാൾ കയ്യിൽ വെച്ചു, ഒരു പ്രശ്നമില്ല. കാരണം അതെല്ലാം ഇപ്പോൾ ഇൻഡസ്ട്രി കൈ വയ്ക്കുന്ന ഞാൻ ധനകാര്യമാണ്, ധനകാര്യത്തിലേക്ക് അയക്കണം, ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയക്കണം. ഏത് വകുപ്പാണെങ്കിലും അവസാനം മുഖ്യമന്ത്രി കാണണം, നയപരമായ കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഒറ്റാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ പ്രശ്നം പറയുമ്പോൾ അതെല്ലാം മറുപടി പറയേണ്ടത് എല്ലാവരും കൂടി സമ്മതിച്ചു. അപ്പോൾ അവർ സമ്മതിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ആളെന്ന നിലയിൽ ഭരണ നിർവഹണത്തിൽ ഇങ്ങനെ ക്രോസ് ചെക്കിൻ്റെ ബാലൻസിങ് മെക്കാനിസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ തന്നെ ഈ 3 സ്വയംഭരണ സംവിധാനം കൈകാര്യം തെറ്റാണ്, നിങ്ങളൊന്നും പഠിക്കാത്ത ആളുകളായതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്, എനിക്കിതെല്ലാം അറിയാം, അതുകൊണ്ട് ഇത് തെറ്റ് എന്ന് പറയേണ്ടയാൾ അവർ പറഞ്ഞു ഞാൻ എടുത്തു എന്ന ന്യായമാണ് ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് ചേരുന്നതല്ല. കാര്യങ്ങൾ പറയുമ്പോൾ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. ഇല്ല, സർക്കാരിന് മുമ്പിൽ വന്നിട്ടില്ല, എൻ്റെ ശ്രദ്ധയിലില്ല. ഇപ്പം ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തുമ്പോൾ അവരുണ്ടായിരുന്നല്ലോ. അവർ ആ ചർച്ചയിലെല്ലാം തന്നെ ലോജിസ്റ്റിക് പാർക്ക്, അവിടുത്തെ മറ്റു കാര്യങ്ങളല്ലാതെ ഇത് ഇനി ഞാൻ പറയട്ടെ, ഒരു ഗവൺമെൻറ് ഉള്ള സമയത്ത് ചർച്ചകൾ നടത്താം, കരാർ പ്രകാരം നടത്താം. നിങ്ങൾ ഈ ചർച്ചകളുടെ ഭാഗമായി അവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു എഗ്രിമെൻറ്റിലേക്ക് പോകുന്നു. ആ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചതായിട്ട് സെബി അറിയിക്കുന്നു. കണ്ടീഷൻ ഉണ്ട്, സെൻട്രൽ സ്റ്റേറ്റിൻ്റെ ഇത് വേണം. പക്ഷെ പ്രയർ പെർമിഷനാണ്. നിങ്ങൾ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിട്ടുള്ള അംഗീകാരമല്ല, റാറ്റിഫൈ ചെയ്യലല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ട് അനുമതി കൊടുക്കലല്ല ചെയ്യേണ്ടത്. ഇതിന് പ്രയർ പെർമിഷൻ ഓഹരി കൈമാറ്റം കൊടുക്കാമെന്ന് പറഞ്ഞ് എഗ്രിമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ MD വന്ന് ഇത്രാം തീയതി അല്ലേ, അതിന് മുമ്പ് ദേശാഭിമാനി, അതാണോ മറുപടി? അല്ല, അത് എഗ്രിമെന്റ് ഒപ്പുവെക്കുമ്പോഴല്ലേ. ഇത് നമ്മൾ കാണേണ്ടത് അദാനി കമ്പനിയാണല്ലോ, അതിൻ്റെ 100% ഓഹരി അദാനിക്കാണ്. ആ ഓഹരിയിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടെല്ലാം പറയുന്ന അദാനിയുടെ കമ്പനി, നമ്മുടെ വിസിൽ വേറെയുണ്ട്, അതിൽ 26% PPP പ്രകാരം അവരുടെ കയ്യിലുണ്ട്.
അതിൻ്റെ 49% കൊടുക്കുന്നു. കൊടുക്കാൻ നിലവിലുള്ള കരാറ് പ്രകാരം തടസ്സമില്ല. കൊടുക്കണമെങ്കിൽ പ്രയർ പെർമിഷൻ വേണം. പ്രയർ പെർമിഷൻ എന്നുള്ള വ്യവസ്ഥ വയ്ക്കാനുള്ള കാരണം എന്നുള്ളത് ഇത് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മുടെ സ്റ്റേറ്റിന് ഇപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ താല്പര്യം പരിമിതമാണ്. കാരണം 30 ഇപ്പോൾ ഇവർക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മുഴുവൻ പണം മുടക്കുന്നതിന് മുമ്പ് ഇത്രയും പണം കിട്ടിയില്ലേ? അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ എഗ്രിമെൻറ്റിൽ ഇല്ലെങ്കിലും ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് വെച്ചിട്ടാണ് ഇടയ്ക്ക് വെച്ച് നിർത്താതെ അത് മുന്നോട്ട് പോയത്. പിന്നൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ അദാനി വരുന്നു, ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുന്നു, മറ്റ് കമ്പനികൾ വരുന്നു. അതെല്ലാം നമുക്ക് നാടിനാവശ്യം തന്നെ. അവരെങ്ങനെ വിനിയോഗിക്കാം അത് ചർച്ച ചെയ്യുമ്പോൾ തെറ്റില്ല. നമ്മുടെ വിഴിഞ്ഞം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്മിഷൻ ടെർമിനലാണ്. അന്തർദേശീയ കടൽ പാതയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. നാച്ചുറലായിട്ടുള്ള ആഴമുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വരണം. മറ്റെല്ലാ കാര്യങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാക്കാൻ സഹായകരമാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ദുരൂഹതയിലാണ് പ്രശ്നം. അതിനാണ് മറുപടി പറയേണ്ടത്. അതിനു പകരം പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഓടിപ്പോവുക എന്ന രീതി മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേരുന്നതല്ല.